നമസ്കാരം. പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റിലേക്ക് സ്വാഗതം. പ്രവാസികളുടെ സ്വന്തം ചാനൽ ഇപ്പോൾ നിരവധി പുതിയ പരിപാടികളുമായി ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുടെ മുൻപിലെത്തുന്നു. ഞാൻ ശില്പ. പ്രധാന വാർത്തകൾ. 100 സംഘടനകൾ അംഗത്വമെടുത്തതിന്റെ ആഹ്ലാദ പ്രകടനത്തിൽ ഫൊക്കാനയുടെ കൺവെൻഷൻ കിക്ക് ഓഫ്. 100-ലധികം സംഘടനകൾ ആദ്യമായി വന്ന ഒരു പ്രവാസി സംഘടനകളുടെ ഇന്ത്യ പ്രസ് ക്ലബ് ഷിക്കാഗോ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ മീഡിയ വർക്ക്ഷോപ്പ് മീഡിയ ഇഗ്നൈറ്റ് 2025 സംഘടിപ്പിച്ചു. അമേരിക്കയിലെ ആദ്യകാല മലയാളി സംഘടന വെസ്റ്റ്ചെസ്റ്റർ മലയാളി അസോസിയേഷന്റെ ഫാമിലി നൈറ്റ് വ്യത്യസ്തമായ പരിപാടികളോടെ ന്യൂയോർക്കിൽ നടന്നു. മിസ് വേൾഡ് 2025 സൗന്ദര്യ മത്സരത്തിന്റെ ഭാഗമായി 109 രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ ഹൈദരാബാദിലെ ചരിത്ര സ്മാരകമായ ചാർമിനാർ സന്ദർശിച്ചു. വർണ്ണാഭമായ വസ്ത്രങ്ങൾ അണിഞ്ഞെത്തിയ സുന്ദരിമാർ ചാർമിനാറിന്റെ പശ്ചാത്തലത്തിൽ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തത് കാണികൾക്ക് കൗതുകകരമായ കാഴ്ചയായിരുന്നു. ഫൊക്കാന ന്യൂയോർക്ക് മെട്രോ റീജിയൻ ചാരിറ്റി ക്രിക്കറ്റ് ബാഷ് 2025 തുടക്കം. പ്രസ് മീറ്റും കിക്ക് ഓഫും നടന്നു. നോർത്ത് അമേരിക്കയിലുള്ള എല്ലാ ക്രിക്കറ്റ് പ്രേമികളെയും ന്യൂയോർക്കിലേക്ക് ക്വീൻസിലേക്ക് സ്വാഗതം ചെയ്യുക. പ്രമുഖ അമേരിക്കൻ വ്യവസായി ജോൺ ടൈറ്റസിന്റെ ജീവിതകഥ ഏവിയേഷൻ ആൽക്കെമിസ്റ്റ് പ്രകാശനം ചെയ്തു. വാർത്തകൾ വിശദമായി. 100 സംഘടനകൾ അംഗത്വമെടുത്തതിന്റെ ആഹ്ലാദ പ്രകടനത്തിൽ ഫൊക്കാനയുടെ കൺവെൻഷൻ കിക്ക് ഓഫ്, ലോഗോ ലോഞ്ചിംഗ്, മദേഴ്സ് ഡേ ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കി ഫൊക്കാന നേതൃത്വം. നോർത്ത് അമേരിക്കയിലെ മലയാളി സംഘടനകളുടെ കൂട്ടായ്മയായ ഫൊക്കാനയുടെ കൺവെൻഷൻ കിക്ക് ഓഫിനാണ് ന്യൂജേഴ്സിയിൽ തുടക്കമായത്. പാറ്റേഴ്സൺ ജോർജ് സീറോ മലബാർ ചർച്ച് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ വികാരി ഫാദർ സിമ്മി തോമസ് ആമുഖ പ്രസംഗവും പ്രാർത്ഥനയും നടത്തി. പ്രവർത്തന നിരതനാവുകയും സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്യുകയും വേണമെന്ന് ആഗ്രഹിക്കുന്ന വിഭാഗത്തിൽപ്പെടുന്നയാളാണ് താനെന്ന് പ്രസിഡന്റ് സജിമോൻ ആന്റണി പറഞ്ഞു. മുൻപ് ഭാഷയ്ക്കൊരു $, ഭവനം പദ്ധതി എന്നിവയിൽ സംഘടന ചുരുങ്ങിപ്പോയിരുന്നു. ഇന്ന് ഫൊക്കാന അറിയപ്പെടുന്നത് ഫൊക്കാനയുടെ മെഡിക്കൽ കാർഡ്, ഫൊക്കാനയുടെ പ്രിവിലേജ് കാർഡ്, ഫൊക്കാനയുടെ ഹെൽത്ത് ക്ലിനിക്, ഫൊക്കാനയുടെ വുമൻസ് ഫോറത്തിന്റെ സ്കോളർഷിപ്പ്, ഫൊക്കാന ടോസ്റ്റ് മാസ്റ്റേഴ്സ്, ഫൊക്കാനയുടെ യൂത്ത് ടീം 100+, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ്. സ്വാഗതം ആശംസിച്ച ജനറൽ സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ ഇന്നേ വരെ ഒരു മലയാളി സംഘടനയ്ക്കും 100 അംഗ സംഘടനകൾ ഉണ്ടായിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ചുള്ള ഒരു ലോഗോയാണ് ഫൊക്കാന തിരഞ്ഞെടുത്തത് എന്ന് ട്രസ്റ്റി ബോർഡ് വൈസ് ചെയർമാൻ സതീശൻ നായർ അഭിപ്രായപ്പെട്ടു. ട്രസ്റ്റി ബോർഡ് മെമ്പേഴ്സായ തോമസ്, ടോണി കല്ലുകാവുങ്കൽ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഫൊക്കാനയുടെ പുതിയ ലോഗോ പ്രകാശനം 24 ചാനലിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ഗോപി കൃഷ്ണൻ നിർവഹിച്ചു. റോക്ക്ലാൻഡ് മൈനോറിറ്റി ലീഡർ ആനി പോൾ, IPCNA പ്രസിഡന്റ് സുനിൽ ട്രൈസ്റ്റർ, മധു കൊട്ടാരക്കര എന്നിവരും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഫൊക്കാനയുടെ കൺവെൻഷനും നല്ല പ്രവർത്തനങ്ങൾക്കും ഇന്ത്യ പ്രസ് ക്ലബിന്റെ പിന്തുണ എന്നും ഉണ്ടാവുമെന്ന് പ്രസിഡന്റ് സുനിൽ ട്രൈസ്റ്റാർ ഉറപ്പു നൽകി. ഫൊക്കാന പ്രതിനിധീകരിക്കുന്ന എല്ലാ രാജ്യങ്ങളുടെയും പതാക ഉൾപ്പെടുന്ന ലോഗോ മികച്ചതാണെന്ന് സുനിൽ പറഞ്ഞു. ഫൊക്കാനയുടെ പ്രവർത്തനങ്ങളുടെ അടുത്ത കൺവെൻഷന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഈ കിക്ക് ഓഫും ലോഗോ പ്രകാശനത്തിനും ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ എല്ലാവിധമായ ആശംസകളും ഞങ്ങൾ നേരുകയാണ്. പ്രസിഡന്റ് സജിമോന്റെയും സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താന്റെയും പ്രവർത്തനങ്ങളെ ആദരപൂർവ്വം നോക്കിക്കാണുന്നതായി ട്രഷറർ ജോയ് ചക്കപ്പൻ പറഞ്ഞു. ഫൊക്കാന പ്രിവിലേജ് കാർഡും മെഡിക്കൽ കാർഡുമൊക്കെ ഏറെ നേട്ടങ്ങളാണ് നമുക്ക് നൽകുക. പ്രിവിലേജ് കാർഡ് ഉള്ളവർക്ക് കൊച്ചി എയർപോർട്ടിൽ 10% ഡിസ്കൗണ്ട് ലഭിക്കും. മെഡിക്കൽ കാർഡ് കേരളത്തിലെ വിവിധ ആശുപത്രികളിൽ പ്രയോജനപ്പെടും. ഫൊക്കാനയുടെ ഭവന പദ്ധതിക്ക് ശ്രീകുമാർ ഉണ്ണിത്താൻ 55 സെന്റ് സ്ഥലം നൽകിയതും ചാക്കപ്പൻ ചൂണ്ടിക്കാട്ടി. പെൻസിൽവേനിയയിലെ കലഹാരി റിസോർട്ടിൽ അടുത്ത വർഷം നടക്കുന്ന കൺവെൻഷൻ കിക്ക് ഓഫ് സംഗീത സംവിധായകൻ ഷാൻ റഹ്മാൻ നിർവഹിച്ചു. എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് പ്രവീൺ തോമസ്, വൈസ് പ്രസിഡന്റ് വിപിൻ രാജ്, വിമൻസ് ഫോറം ചെയർ രേവതി പിള്ള, ജോയിന്റ് സെക്രട്ടറി മനോജ് ഇടമന, അഡീഷണൽ ജോയിന്റ് സെക്രട്ടറി അപ്പുക്കുട്ടൻ പിള്ള, അഡീഷണൽ ജോയിന്റ് ട്രഷറർ മില്ലി ഫിലിപ്പ്, റീജിയണൽ വൈസ് പ്രസിഡന്റുമാരായ ലിൻഡോ ജോലി, ഫാൻസിമോൾ പള്ളത്തുമടം, ആന്റോ വർക്കി, ജോസി കരക്കാട്ട്, ബെൻ പോൾ, ഷാജി ഷാമുവൽ, നാഷണൽ കമ്മിറ്റി മെമ്പേഴ്സായ മനോജ് മാത്യു, മത്തായി ചാക്കോ, മേരിക്കുട്ടി മൈക്കിൾ, മേരി ഫിലിപ്പ്, ഷിബു ഷാമുവൽ, ഓഡിറ്റർ
സ്റ്റാൻലി എത്തിക്കൽ എന്നിവരും കമ്മിറ്റി ചെയർസായ ജോയി ഈട്ടൻ, ഫിലിപ്പോസ് ഫിലിപ്പ്, സജി പോത്തൻ, മനോജ് വട്ടപ്പള്ളിയിൽ, ഫ്രാൻസിസ് കരക്കാട്, ലിൻഡോ മാത്യു, ഷിജിമോൻ മാത്യു, ഷിബു മാത്യു എന്നിവരും കിക്ക് ഓഫിന് നേതൃത്വം നൽകി. കേരള കൺവെൻഷൻ ചെയർ ജോയി ഈട്ടൻ ഏവരെയും കേരള കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്തു. മാതൃദിനാഘോഷം നയിച്ച വിമൻസ് ഫോറം ചെയർ രേവതി പിള്ള മാതൃത്വത്തിന്റെ മഹത്വം എടുത്തുകാട്ടി. മാലിനി നായരുടെ നേതൃത്വത്തിലുള്ള സൗപർണിക ഡാൻസ് അക്കാദമി, സാത്വിക ഡാൻസ് അക്കാദമി, സെന്റ് ജോർജ് ആർട്ട് സ്കൂൾ, ലിവിങ്സ്റ്റൺ ഡാൻസ് ടീം തുടങ്ങിയവർ അവതരിപ്പിച്ച വിവിധ നൃത്തങ്ങൾ ഹൃദ്യമായി. എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് പ്രവീൺ തോമസ് ഈ കിക്ക് ഓഫിന് നന്ദി രേഖപ്പെടുത്തി സംസാരിച്ചു. പ്രവാസി ചാനൽ ബ്യൂറോ, ന്യൂജേഴ്സി. പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റിൽ ഇനി ഒരു ചെറിയ ഇടവേള. വിൽ ബി റൈറ്റ് ബാക്ക്. പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഇന്ത്യ പ്രസ് ക്ലബ് ഷിക്കാഗോ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ മീഡിയ വർക്ക്ഷോപ്പ് മീഡിയ ഇഗ്നൈറ്റ് 2025 സംഘടിപ്പിച്ചു. ലോക പത്രസ്വാതന്ത്ര്യ ദിനം ആഘോഷമായി മാറ്റിക്കൊണ്ട് ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക ഷിക്കാഗോ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ മീഡിയ ഇഗ്നൈറ്റ് 2025 എന്ന പേരിൽ സൗജന്യ മീഡിയ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. 4 പോയിന്റ്സ് ബൈ ഷെറട്ടൺ ഒഹെയർ ഹോട്ടലിൽ വെച്ചാണ് ഫോട്ടോഗ്രഫിയുടെയും വീഡിയോ എഡിറ്റിംഗിന്റെയും അടിസ്ഥാനപരമായ അറിവുകൾ പങ്കുവച്ച വർക്ക്ഷോപ്പ് നടന്നത്. മുതിർന്ന പ്രമുഖ ഫോട്ടോ ജേർണലിസ്റ്റ് ജോർജ് ലെക്ലെയർ ആണ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടന പ്രസംഗത്തിൽ ജോർജ് ലെക്ലെയർ ജനാധിപത്യത്തിന്റെ സുതാര്യതയ്ക്കും ജനശബ്ദം മുഴങ്ങുന്നതിനും മാധ്യമ സ്വാതന്ത്ര്യം നിർണായകമാണ് എന്ന് അഭിപ്രായപ്പെട്ടു. ഇന്ത്യ പ്രസ് ക്ലബ് ചാപ്റ്റർ ജോയിന്റ് ട്രഷറർ വർഗീസ് പാലമലയിൽ സ്വാഗതം ആശംസിച്ചു. വൈസ് പ്രസിഡന്റ് പ്രസന്നൻ പിള്ള ആമുഖ പ്രസംഗം നടത്തി. ട്രഷററും ഇവന്റ് ചെയർമാനുമായ അലൻ ജോർജ് നന്ദി പ്രസംഗം നിർവഹിച്ചു. വീഡിയോ എഡിറ്റിംഗ് ക്ലാസ് സെക്ഷൻ അലൻ ജോർജ് തത്സമയ ഡെമോയും പ്രായോഗിക പരിശീലനവും നൽകി. പ്രസിഡന്റ് ബിജു സക്കറിയ, സെക്രട്ടറി അനിൽ മറ്റത്തിക്കുന്നേൽ, വൈസ് പ്രസിഡന്റ് സിമി ജെസ്റ്റോ എന്നിവർ അടങ്ങുന്ന ടീമാണ് പ്രസ് ക്ലബ് ചിക്കാഗോ ചാപ്റ്ററിനെ നയിക്കുന്നത്. IPCNA മുൻ നാഷണൽ പ്രസിഡന്റും ചാപ്റ്റർ പ്രസിഡന്റുമായിരുന്ന ശിവൻ മുഹമ്മയെ ചടങ്ങിൽ പ്രത്യേകമായി ആദരിച്ചു. വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. പ്രവാസി ചാനൽ ബ്യൂറോ, ചിക്കാഗോ. മിസ് വേൾഡ് 2025 സൗന്ദര്യ മത്സരത്തിന്റെ ഭാഗമായി 109 രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ ഹൈദരാബാദിലെ ചരിത്ര സ്മാരകമായ ചാർമിനാർ സന്ദർശിച്ചു. വർണ്ണാഭമായ വസ്ത്രങ്ങൾ അണിഞ്ഞെത്തിയ സുന്ദരിമാർ ചാർമിനാറിന്റെ പശ്ചാത്തലത്തിൽ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തത് കാണികൾക്ക് കൗതുകകരമായ കാഴ്ചയായിരുന്നു. ചിത്രീകരണത്തിനു ശേഷം മത്സരാർത്ഥികൾ അടുത്തുള്ള ലാഡ് ബസാറിലെ ഹൈദരാബാദ് വളകൾ, മുജീബ് വളകൾ, കാൻ ഹയലാൽ, ജാജു പേൾസ് തുടങ്ങിയ പ്രമുഖ കടകളിൽ സന്ദർശനം നടത്തുകയും വള നിർമ്മാണത്തിന്റെ തത്സമയ പ്രദർശനം അവർക്ക് കാണുവാനും സാധിച്ചു. ഇതിനു പുറമെ ഏഷ്യൻ ഓഷ്യാനിയൻ മേഖലകളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ മെയ് 12-ന് നാഗാർജുന സാഗറിലെ ബുദ്ധവനം സന്ദർശിച്ച് ബുദ്ധപൂർണിമ ആഘോഷിച്ചു. മത്സരാർത്ഥികൾക്ക് പരമ്പരാഗത നൈസാമി വസ്ത്രങ്ങൾ ധരിക്കാനും മെഹന്തി ചടങ്ങിൽ പങ്കെടുക്കുവാനും അവസരം ലഭിക്കുകയും ചെയ്തു. പ്രത്യേക അത്താഴ വിരുന്നും ചൗമഹല്ല കൊട്ടാരത്തിൽ സംഘടിപ്പിച്ചിരുന്നു. തെലങ്കാനയുടെ ടൂറിസം സാധ്യതകളും സാംസ്കാരിക വൈവിധ്യവും എടുത്തു കാണിക്കുന്ന ഹ്രസ്വചിത്രങ്ങളും ചടങ്ങിൽ പ്രദർശിപ്പിച്ചു. മെയ് 31-ന് ഹൈദരാബാദിലെ ഹൈടെക്സ് എക്സിബിഷൻ സെന്ററിലാണ് മിസ് വേൾഡ് 2025ന്റെ ഗ്രാൻഡ് ഫിനാലെ നടക്കുന്നത്. നിലവിലെ മിസ് വേൾഡ് ക്രിസ്റ്റീന പിഷ്കോവ തന്റെ പിൻഗാമിയെ കിരീടം അണിയിക്കും. ഫൊക്കാനയുടെ ന്യൂയോർക്ക് മെട്രോ റീജിയൻ ചാരിറ്റി ക്രിക്കറ്റ് ബാഷ് 2025 പ്രസ് മീറ്റും കിക്ക് ഓഫും നടന്നു. നോർത്ത് അമേരിക്കയിലെ 100-ൽ പരം അസോസിയേഷനുകളുടെ സംഘടനയായ ഫൊക്കാന അതിന്റെ റീജിയനായ ന്യൂയോർക്ക് മെട്രോ ചരിത്രത്തിൽ ആദ്യമായി നടത്തപ്പെടുന്ന ചാരിറ്റി ക്രിക്കറ്റ് ബാഷിന്റെ പ്രസ് മീറ്റും കിക്ക് ഓഫും കുട്ടനാടൻ റെസ്റ്റോറന്റിൽ വെച്ച് ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടു. റീജിയണൽ വൈസ് പ്രസിഡന്റ് ലാജി തോമസ് പ്രസ് മീറ്റിൽ പങ്കെടുത്ത നേതാക്കളെ പരിചയപ്പെടുത്തുകയും സ്വാഗതം ആശംസിക്കുകയും ചെയ്തു. ഫൊക്കാന പ്രസിഡന്റ് ഡോക്ടർ സജിമോൻ ആന്റണി പ്രസ് മീറ്റും കിക്ക് ഓഫും ഉദ്ഘാടനം ചെയ്തു. കൂടാതെ റീജിയണൽ സെക്രട്ടറി ഡോൺ തോമസ്, ട്രഷറർ മാത്യു തോമസ്, ഈവന്റ് കോർഡിനേറ്റർ ജിൻസ് ജോസഫ്, മീഡിയ കോർഡിനേറ്റർ ജോയൽ സക്കറിയ, ഫൊക്കാനയുടെ മുതിർന്ന നേതാക്കൾ, പ്രീമിയം സ്പോൺസറായ തോമസ് പാലത്ര, ലീല മാരേറ്റ്, നോഹ ജോർജ്, ഈവൻ ഗ്രാം ജോജോ,
അഗപ്പെ ഇൻഷുറൻസ് റോഷൻ തോമസ്, PSG ഇൻഷുറൻസ് പ്രീജ സണ്ണി ജോർജ് എന്നിവരും പ്രസ് മീറ്റിൽ പങ്കെടുത്തു. ജൂൺ 21 ശനിയാഴ്ച ക്വീൻസിൽ വെച്ച് നടക്കാനിരിക്കുന്ന ടൂർണമെന്റിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈ ന്യൂയോർക്ക് മെട്രോ റീജിയന് നമ്മുടെ ഫൊക്കാനയുടെ സ്പോർട്സ് അക്കാദമിക്ക് ഒരു തുടക്കം കുറിച്ചു. അപ്പോൾ അതിന്റെ ഒരു ആദ്യത്തെ പ്രോഗ്രാം ആയിട്ടാണ് ഈ ഫൊക്കാനയുടെ ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്റ് മത്സരം വരാൻ പോകുന്നത്. ട്രൈ സ്റ്റേറ്റ് ഏരിയയിൽ നിന്നും 8 കരുത്തരായ ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കുമെന്ന് സ്പോർട്സ് കോർഡിനേറ്റർ ജീൻസ് ജോസഫ് അറിയിച്ചു. ടൂർണമെന്റിലേക്കുള്ള രജിസ്ട്രേഷൻ ഫീസ് തുക നാട്ടിലും അമേരിക്കയിലുമായുള്ള വിവിധ ചാരിറ്റി ഫൗണ്ടേഷന് നൽകുമെന്ന് ട്രഷറർ മാത്യു തോമസ് അറിയിച്ചു. പ്രവാസി ചാനൽ ബ്യൂറോ, ന്യൂയോർക്ക്. പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റിൽ ഇനി ഒരു ചെറിയ ഇടവേള. We'll be right back. പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. വ്യോമയാന മേഖലയിലെ ലോക ശ്രദ്ധയാകർഷിച്ച പ്രമുഖ മലയാളി വ്യവസായിയും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനുമായ ജോൺ ടൈറ്റസിന്റെ ജീവിതാനുഭവങ്ങൾ വരച്ചുകാട്ടുന്ന ഏവിയേഷൻ ആൽക്കെമിസ്റ്റ് എന്ന ഇംഗ്ലീഷ് പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ സൗത്ത് ഫ്ലോറിഡയിലെ മാർത്തോമ ചർച്ച് ഫെലോഷിപ്പ് ഹാളിൽ നടന്ന ലളിതമായ ചടങ്ങിൽ സൗത്ത് ഫ്ലോറിഡ മാർത്തോമ ചർച്ച് വികാരി റവറന്റ് ഡോക്ടർ ജേക്കബ് ജോർജ് പ്രകാശനം ചെയ്തു. ഡോക്ടർ ഷീല വർഗീസിന്റെ പ്രാർത്ഥനാ ഗാനത്തിന് ശേഷം ഫൊക്കാനയുടെ മുൻ പ്രസിഡന്റ് ജോർജി വർഗീസ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ജോസ് തോമസ് CPA പുസ്തക രചയിതാവായ ജോൺ ടൈറ്റസിന്റെ പശ്ചാത്തലം വിവരിച്ചു. തുടർന്ന് പുസ്തകത്തിന്റെ സഹരചയിതാവായ വിനോദ് മാത്യുവിനെ ഡോക്ടർ തോമസ് പനവേലിൽ സദസ്സിന് പരിചയപ്പെടുത്തുകയും വിനോദ് മാത്യു ഏവിയേഷൻ ആൽക്കെമിസ്റ്റിലെ ഏതാനും പ്രസക്ത ഭാഗങ്ങൾ വായിക്കുകയും ചെയ്തു. റവറന്റ് ഡോക്ടർ എബി എബ്രഹാം, റവറന്റ് ഫാദർ ജോർജ് ഇളമ്പശ്ശേരിയിൽ, റവറന്റ് ഫാദർ ജോർജ് ജോൺ, റവറന്റ് സുഗു ഫിലിപ്പ്, റവറന്റ് ഫാദർ സന്തോഷ് തോമസ്, റവറന്റ് ഫാദർ ഷോൺ മാത്യു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഷാരോൺ എബ്രഹാമിന്റെ ഗാനത്തിന് ശേഷം രഞ്ജിത്ത് രാമചന്ദ്രൻ, സുനിൽ തൈമറ്റം, ബിനു ചിലമ്പത്ത്, ബിജു ജോസഫ്, വർഗീസ് ജേക്കബ്, സൈമൺ പറത്താഴം, സണ്ണി വള്ളിക്കളം തുടങ്ങിയവരും ജോൺ ടൈറ്റസിന്റെ രചനാ മുന്നേറ്റത്തിന് ആശംസകൾ നേർന്നു. ജോൺ ടൈറ്റസും ഭാര്യ കുസുമം ടൈറ്റസും കൃതജ്ഞത പ്രകാശിപ്പിച്ചു. നിരവധി വർഷത്തെ പരിശ്രമത്തിന്റെ ഫലമായാണ് ഏവിയേഷൻ ആൽക്കെമിസ്റ്റ് യാഥാർത്ഥ്യമായത്. ഏവിയേഷൻ ആൽക്കെമിസ്റ്റ് വായനക്കാരിലേക്ക് എത്തിക്കുന്നതിൽ തനിക്ക് ഒരുപാട് പേരോട് കടപ്പാടുണ്ട് എന്ന് ജോൺ ടൈറ്റസ് പറഞ്ഞു. ഈ പ്രവാസ ഭൂമിയിലെ തന്റെ ബിസിനസ് മുന്നേറ്റങ്ങൾ പുതുതലമുറയ്ക്ക് പ്രചോദനമാകട്ടെ എന്ന ആഗ്രഹത്തിന്റെ കൂടി വെളിച്ചത്തിലാണ് ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത്. ജോൺ ടൈറ്റസ് മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രോപോലിത്തയാണ് പുസ്തകത്തിന്റെ അവതാരിക എഴുതിയിരിക്കുന്നത്. ഏവിയേഷൻ ആൽക്കെമിസ്റ്റിന്റെ മലയാള പരിഭാഷ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും വരുന്ന ഡിസംബറിൽ കേരളത്തിൽ വെച്ച് പ്രകാശനം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെന്നും ജോൺ ടൈറ്റസ് വ്യക്തമാക്കി. ഇംഗ്ലീഷ് പുസ്തകത്തിന്റെ വില അമേരിക്കയിൽ $20, നാട്ടിൽ 500 രൂപയും. പുസ്തക വിൽപ്പനയിലൂടെ ലഭിക്കുന്ന തുക ലവ് യുവർ നെയ്ബർ പ്രോജക്ട് എന്ന നോൺ പ്രോഫിറ്റ് ചാരിറ്റിക്കായി ഉപയോഗിക്കുമെന്ന് ജോൺ ടൈറ്റസ് പറഞ്ഞു. പ്രവാസി ചാനൽ ബ്യൂറോ, സൗത്ത് ഫ്ലോറിഡ. അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ആദ്യകാല മലയാളി സംഘടന വെസ്റ്റ്ചെസ്റ്റർ മലയാളി അസോസിയേഷന്റെ ഫാമിലി നൈറ്റ് വ്യത്യസ്തമായ പരിപാടികളോടെ ന്യൂയോർക്കിലെ മൗണ്ട് പ്ലസന്റ് കമ്മ്യൂണിറ്റി സെന്ററിൽ നടന്നു. മാതൃദിനാശംസകൾ നേർന്നുകൊണ്ടാണ് പ്രസിഡന്റ് തോമസ് കോശി സംസാരിച്ചത്. സ്നേഹം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നിവയിൽ വേരൂന്നി 50 വർഷങ്ങൾ പിന്നിടുന്ന ഈ സംഘടനയിൽ ഇന്നുവരെ ഒരു ഇലക്ഷൻ ഉണ്ടായിട്ടില്ല. സംഘടനയെ ഈ 5 പതിറ്റാണ്ടുകാലം പരിപോഷിപ്പിച്ചതിൽ പങ്കുവഹിച്ച ഓരോരുത്തരോടും തോമസ് കോശി നന്ദി പറഞ്ഞു. സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് വികാരി ഫാദർ പോൾ ചെറിയാൻ, WMA പ്രസിഡന്റ് തോമസ് കോശി, വൈസ് പ്രസിഡന്റ് ഏലമ്മ തോമസ്, സെക്രട്ടറി നിരീഷ് ഉമ്മൻ, ട്രഷറർ അലക്സാണ്ടർ വർഗീസ്, ജോയിന്റ് സെക്രട്ടറി ജോ ഡാനിയൽ, ജോയിന്റ് ട്രഷറർ മോളമ്മ വർഗീസ്, റോക്ക്ലാൻഡ് കൗണ്ടി ലെജിസ്ലേച്ചർ ഡോക്ടർ ആനി പോൾ, ഫോമർ റീജിയണൽ വൈസ് പ്രസിഡന്റ് PT തോമസ്, WMA ട്രസ്റ്റി ബോർഡ് ചെയർ KJ ഗ്രിഗറി, ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക പ്രസിഡന്റ് സുനിൽ ട്രൈസ്റ്റാർ, ഫൊക്കാന ജനറൽ സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ, പ്രധാന സ്പോൺസറായ നോവ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. അമേരിക്കൻ ദേശീയഗാനം നിക്കോൾ മാത്യൂസും ഇന്ത്യൻ ദേശീയഗാനം ക്രിസ്റ്റഫർ തോമസ് റോയിയും ആലപിച്ചു. സെക്രട്ടറി നിരീഷ് ഉമ്മൻ ആമുഖ പ്രസംഗം നടത്തിയ ചടങ്ങിൽ കോർഡിനേറ്റർമാരായ ടെറൻസൺ തോമസും ആന്റോ വർക്കിയും പങ്കെടുത്തു. 3ാം തവണയും പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ തോമസ് കോശി അമേരിക്കൻ മുഖ്യധാര രാഷ്ട്രീയത്തിലും 2 പതിറ്റാണ്ടിലേറെയായി സജീവമാണെന്ന്
കോർഡിനേറ്റർ ടെറൻസൺ തോമസ് ചൂണ്ടിക്കാട്ടി. KJ ഗ്രിഗറി, ഫൊക്കാന സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ, ഫോമ നേതാവ് മോൻസി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. അലക്സാണ്ടർ വർഗീസ് നന്ദി പറഞ്ഞു. ലീന ആലപ്പാട്ടായിരുന്നു കലാപരിപാടികളുടെ അവതാരക. അശ്വതി ഡാൻസ് സ്കൂളിന്റെ കുച്ചിപ്പുടി നൃത്തം, നാട്യമുദ്ര സ്കൂൾ ഓഫ് ഡാൻസിന്റെ തമിഴ് നാടോടി നൃത്തം, പത്മ ഇന്ത്യൻ ഡാൻസ് സ്റ്റുഡിയോ എന്നിവരുടെ നൃത്തനൃത്യങ്ങൾ ചടങ്ങിന് മിഴിവേകി. മേരി അലീന വെട്ടിച്ചിറ, മാത്യു, ജസ്റ്റിൻ ജോൺ എന്നിവരായിരുന്നു അധ്യാപകർ. ബിൽജിൻ വർഗീസ്, രാഹുൽ പുത്തൂരൻ, ഫെബിൻ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. പ്രവാസി ചാനൽ ബ്യൂറോ, ന്യൂയോർക്ക്. ഇതോടെ പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റ് പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും news@pravasichannel.com എന്ന ഇമെയിലിൽ അറിയിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഞാൻ ശില്പ. നമസ്കാരം.